കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിന് കൂടുതൽ സമയം തേടി സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ്. ഈ മാസം 26 വരെ ഹാജരാകാനാകില്ലെന്ന് ഇഡിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളതിനാൽ കൂടുതൽ സമയം വേണമെന്നാണ് ആവശ്യം. ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എം വർഗീസിന് ഇഡി നോട്ടീസ് നൽകിയിരുന്നു. ലേബി സജീന്ദ്രനുണ്ട് വിവരങ്ങൾ നൽകാൻ. ലേബി, നേരത്തെ 4 തവണ ഇഡി ചോദ്യം ചെയ്തതാണ് എം വർഗീസിനെ. ഇതിപ്പോൾ 5ാം തവണ നോട്ടീസ് നൽകിയപ്പോൾ ഹാജരാകാൻ കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പാർട്ടിയുമായി ആലോചിച്ച ശേഷം ഹാജരാകുന്നതിൽ തീരുമാനം അറിയിക്കുമെന്ന്. ഇക്കാര്യം പാർട്ടിയുമായി ആലോചിച്ച ശേഷമാണോ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുടെ കാര്യം ചൂണ്ടിക്കാട്ടി ഹാജരാകാൻ സമയം കൂടുതൽ ചോദിച്ചിരിക്കുന്നത്? CPM തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെ ഇത് 5ാം തവണയാണ് ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2ാം ഘട്ട അന്വേഷണമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1ാം ഘട്ടത്തിൽ കേസന്വേഷണം പൂർത്തീകരിച്ച് അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ 2ാം ഘട്ട അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. നേരത്തെയും എം വർഗീസിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതായിരുന്നു. അതിനുശേഷം ഏപ്രിൽ 1-നാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ഇഡി അയച്ചത്. അതിന് ഇന്ന് നൽകിയിരിക്കുന്ന മറുപടിയിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് തൃശൂർ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ട്, ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 26 വരെ ഹാജരാകാനാകില്ല. അതിനുശേഷം ഒരു തീയതിയിൽ വന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകാം എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇഡി ഇതുമായി ബന്ധപ്പെട്ട CPM നേതാക്കൾ AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇന്നലെ മുൻ MP PK ബിജു അടക്കമുള്ള നേതാക്കൾക്കും നോട്ടീസ് അയച്ചിരുന്നു. PK ബിജു നാളെയും CPM പ്രാദേശിക നേതാവ് ഹാജരാകുന്നതിന് കൂടുതൽ സമയം തേടിയിരിക്കുകയാണ് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ്. ഈ മാസം 26 വരെ ഹാജരാകാനാകില്ലെന്നാണ് ഇഡിയെ അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളത് കാരണം കൂടുതൽ സമയം വേണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് എം വർഗീസിന് ഇഡി നോട്ടീസ് നൽകിയിരുന്നു. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.